ചെമ്പനീർ പൂവിൻ്റെ വരാനിരിക്കുന്ന ഒരു അടിപൊളി എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ പഠിപ്പെല്ലാം പൂർത്തിയാക്കി ദേവു ഒരു ഹോസ്പിറ്റലിൽ ജോലി കിട്ടി അവിടെ വർക്ക് ചെയ്യാണ്. രേവതിയെ വിളിച്ച് കുറച്ച് പൂക്കളുമായിട്ട് അവിടേക്ക് വരാൻ പറയുമ്പോൾ രേവതി പൂക്കളുമായിട്ട് ഹോസ്പിറ്റലിൽ എത്തുന്നുണ്ട് കേട്ടോ. എന്താ ദേവു കാര്യമെന്ന് രേവതി ചോദിക്കുമ്പോൾ ഇനി എല്ലാ ദിവസവും ചേച്ചി ഇവിടേക്ക് പൂ കൊണ്ടുവരണം, കച്ചവടം കൂടുമെന്നും ചേച്ചിക്ക് ഇഷ്ടം പോലെ ഓർഡർ കിട്ടുമെന്നെല്ലാം ദേവു പറയുന്നുണ്ട് കേട്ടോ രേവതിയോട്. ഇതേ സമയം ശ്രുതി ഡോക്ടറെ കാണാനായിട്ട് ഹോസ്പിറ്റലിൽ എത്തുന്നുണ്ട്. അവർ ശ്രുതിയെ ദൂരെ നിന്നും കാണുകയും ചെയ്യുന്നുണ്ട്. പിന്നീട് ശ്രുതി ഡോക്ടറെ കാണാനായിട്ട് റൂമിലേക്ക് പോവാണ് കേട്ടോ. ശ്രുതി എന്താ ഇവിടെ, അവൾ എന്തിനാ വന്നേന്ന് ഞാൻ ചോദിച്ചിട്ട് വരാം എന്ന് പറഞ്ഞുകൊണ്ട് ദേവു റിസപ്ഷനിലേക്ക് ചെല്ലുകയാണ്. തുടർന്ന് ഇപ്പോൾ ഡോക്ടർ റൂമിലേക്ക് കയറിപ്പോയ ആ ലേഡി എൻ്റെ ഒരു റിലേറ്റീവാണ്, അവർ എന്തിനാണ് വന്നതെന്ന് ദേവു ചോദിക്കുമ്പോൾ പ്രോബ്ലം ഒന്നുമില്ല, രണ്ടാമത്തെ പ്രഗ്നൻസി ആവാത്തത് കൊണ്ട് ചെക്കപ്പിന് വേണ്ടി വന്നതാണ് എന്ന് റിസപ്ഷനിൽ നിന്നും പറയുന്നതും ദേവിക അത് കേട്ട് ശരിക്കും വല്ലാതാവുന്നുണ്ട് കേട്ടോ. ഉടനെ തന്നെ ദേവു രേവതിയെ വിളിച്ചിട്ട് കാര്യം പറയുന്നുണ്ട്. അതിന് ശ്രുതിക്ക് ഇതിനു മുൻപ് കുഞ്ഞൊന്നും പിറന്നിട്ടില്ലല്ലോ, പിന്നെ ഇതെങ്ങനെ സംഭവിച്ചു എന്നാലോചിച്ച് രേവതി ആകെ ടെൻഷനാവുന്നുണ്ട്. തിരിച്ച് വീട്ടിലെത്തുന്നുണ്ട് കേട്ടോ രേവതി. ശ്രുതിയാണെങ്കിൽ ഡോക്ടറെ കണ്ട് വീട്ടിലെത്തുന്നുണ്ട്. ഇതേ സമയം ശ്രുതിക്ക് ചായയുമായിട്ട് വരുന്ന രേവതി ശ്രുതിയെ തന്നെ നോക്കി നിൽക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഇത് കാണുന്ന ശ്രുതിയാണെങ്കിൽ എന്താ രേവതി ഇങ്ങനെ നോക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ ഒന്നും മറുപടി കൊടുക്കാതെ നിൽക്കുന്നുണ്ട് കേട്ടോ രേവതി. ശേഷം ശ്രുതി, നീയാണ് ഈ വീട്ടിലെ മൂത്ത മരുമകൾ, അപ്പോൾ രേവതിക്ക് മുൻപ് നിനക്കാണ് കുഞ്ഞു പിറക്കേണ്ടത് എന്നൊക്കെ ചന്ദ്ര പറഞ്ഞിരുന്ന കാര്യങ്ങളൊക്കെ ആലോചിച്ച് രേവതി ആകെ ഇങ്ങനെ ഷോക്ക്ഡായിട്ട് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ പെട്ടെന്ന് തന്നെ രേവതിയുടെ കയ്യിലുള്ള ഒരു പാത്രം താഴേക്ക് വീഴുന്നുണ്ട്. രേവതി ആണെങ്കിൽ ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നത് കണ്ട് വർഷ രേവതിയുടെ അടുത്തേക്ക് വന്ന് വിഷമത്തിൻ്റെ ആ ഒരു കാര്യം തിരക്കുമ്പോൾ ശ്രുതിയുടെ രണ്ടാമത്തെ പ്രഗ്നൻസിയുടെ കാര്യം രേവതി വർഷയെ അറിയിക്കുന്നുണ്ട് കേട്ടോ. ഇത് കേൾക്കുന്ന വർഷ, ശ്രുതിയുടെ രണ്ടാമത്തെ പ്രഗ്നൻസിയോ, ഇതിലെന്തോ ഒരു ചതിയുണ്ട് ഏട്ടത്തി, ഇപ്പം തന്നെ നമുക്കിത് ചോദിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് വർഷ ശ്രുതിയുടെ അടുത്തേക്ക് ചെല്ലാൻ തുടങ്ങുന്നതും വേണ്ട വർഷ, ഇപ്പം ഇത് ചോദിച്ചാൽ ഇവിടെ അതൊരു വലിയ പ്രശ്നമാകും, ഇക്കാര്യം നീ ആരോടും പറയരുത്, കള്ളം ഒരുപാട് നാളൊന്നും മൂടി വയ്ക്കാനായിട്ട് കഴിയില്ല, ഒരു നാൾ എല്ലാ സത്യങ്ങളും പുറത്തു വരും, അങ്ങനെ പറഞ്ഞ വർഷയെ തടയുന്നുണ്ട് കേട്ടോ രേവതി. പക്ഷേ റൂമിലെത്തിയ ഉടൻ തന്നെ വർഷ ഇക്കാര്യങ്ങളൊക്കെ ശ്രീകാന്തിനെ അറിയിക്കുന്നുണ്ട്. എല്ലാം കേട്ട് ശ്രീകാന്തും ശരിക്കും ഷോക്ക്ഡ് ആവുന്നുണ്ട് കേട്ടോ. അപ്പോൾ വർഷ പറയുന്നുണ്ട്, ശ്രീ എനിക്കൊരു ഡൗട്ട് തോന്നുന്നു, ഇവള് ഫസ്റ്റ് പ്രഗ്നൻ്റ് ആയത് മാരേജിന് മുൻപായിരിക്കുമോ അതോ മാരേജിന് ശേഷമായിരിക്കുമോ, ശ്രുതിക്ക് വല്ല ബോയ്ഫ്രണ്ട് എങ്ങാനും ഉണ്ടായിരുന്നെങ്കിലോ എന്നെല്ലാം വർഷ ചോദിക്കുമ്പോൾ മണ്ടത്തരം വിളിച്ച് പറയാതെ വർഷ, അങ്ങനെയൊന്നും ആയിരിക്കില്ല എന്ന് പറയുന്നുണ്ട് ശ്രീകാന്ത്. ഞാൻ വേണമെങ്കിൽ ശ്രുതിയോട്ടത്തിയോട് നേരിട്ട് പോയി ചോദിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ശ്രീകാന്ത് പോകാൻ തുടങ്ങുന്നതും വർഷ ശ്രീകാന്തിനെ തടയുന്നുണ്ട് കേട്ടോ. പകരം സച്ചിയുടെ അടുത്ത് പോയി ശ്രീകാന്ത് ഇക്കാര്യങ്ങളൊക്കെ അറിയിക്കുന്നുണ്ട്. എല്ലാം കേട്ട് കഴിഞ്ഞതിന് ശേഷം സച്ചി പറയുന്നുണ്ട്, ഈ ശ്രുതി ഒരു ഫ്രോഡാണെന്ന് എനിക്ക് അന്നേ തോന്നിയിരുന്നു, പക്ഷേ ഇതുപോലെ ഒരു കാര്യം ഉണ്ടാവുമെന്ന് ഞാൻ ഒട്ടും കരുതിയില്ല, പാർലറമ്മയെ പറ്റി ഇങ്ങനെ ഒരു ഭൂതകാലം കേട്ടെങ്കിൽ അതിലെന്തോ ഉണ്ടെന്ന് സച്ചി പറയുമ്പോൾ ഏട്ടൻ ഇതൊന്നും ആരോടും പറയരുതെന്ന് ഓർമ്മിപ്പിക്കുന്നുണ്ട് കേട്ടോ ശ്രീകാന്ത് സച്ചിയെ. പക്ഷേ സച്ചിയാണെങ്കിലും ഉടനെ തന്നെ എല്ലാം രവീന്ദ്രനെ അറിയിക്കുന്നുണ്ട്. അപ്പോൾ രവീന്ദ്രൻ പറയുന്നുണ്ട്, എനിക്കിത് വിശ്വസിക്കാൻ പറ്റുന്നില്ല മോനെ, അപ്പോൾ ശ്രുതി രണ്ടാമത്തെ കുഞ്ഞിന് വേണ്ടിയാണോ ഹോസ്പിറ്റലിലേക്ക് പോയതെന്ന് രവീന്ദ്രൻ ചോദിക്കുമ്പോൾ ശ്രുതി ഒരു ഫ്രോഡാണെന്ന് ഞാൻ അന്നേ പറഞ്ഞില്ലേ അച്ഛാ, അന്ന് എല്ലാവരും കൂടി എൻ്റെ മെക്കെട്ട് കയറി, ചിലപ്പോൾ ഇതെല്ലാം അമ്മയ്ക്കും അറിയുമായിരിക്കും, അമ്മ അറിയാതെ ഇതൊന്നും സംഭവിക്കില്ല, അച്ഛൻ ഇതിനൊരു തീരുമാനം ഇന്ന് തന്നെ ഉണ്ടാക്കണമെന്ന് പറയുന്നുണ്ട് കേട്ടോ സച്ചി. ശേഷം രവീന്ദ്രൻ മുറിയിൽ ചെന്ന് ചന്ദ്രയോട് ഇക്കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട്. നമ്മുടെ ശ്രുതിമോളെ പറ്റിയാണോ രവിയേട്ടൻ ഇങ്ങനെ അനാവശ്യം പറയുന്നത്, ശ്രുതിയുടെ കല്യാണം കഴിഞ്ഞ് 1 വർഷം തികയുന്നതേ ഉള്ളൂ, പിന്നെ എങ്ങനെ അവൾക്ക് കുഞ്ഞു പിറക്കാനെന്ന് ചന്ദ്ര ചോദിക്കുമ്പോൾ ചന്ദ്രൻ നീ സത്യം പറഞ്ഞോ, നിനക്ക് ഇക്കാര്യം നേരത്തെ അറിയാമായിരുന്നില്ലേ, ഇതെങ്ങാനും നാട്ടുകാരറിഞ്ഞാൽ നമുക്ക് തല ഉയർത്തി പിടിച്ച് നടക്കാൻ പറ്റുമോ എന്നൊക്കെ രവീന്ദ്രൻ ചോദിക്കുമ്പോൾ രവിയേട്ട സത്യമായിട്ട് എനിക്കൊന്നും അറിയില്ല, ശ്രുതി ഇതിനെക്കുറിച്ച് എന്നോടൊന്നും പറഞ്ഞിട്ടില്ല, ഇതൊന്നും സത്യമായിരിക്കില്ല, ഇതൊന്നും സത്യം ില്ല അതൊക്കെ ഞാൻ നിങ്ങൾക്ക് ഇപ്പോൾ തെളിയിച്ചു തരാം എന്ന് രവീന്ദ്രനോട് പറഞ്ഞ് ചന്ദ്ര ശ്രുതിയുടെ റൂമിലേക്ക് പോകാൻ തുടങ്ങുന്നതും ചന്ദ്ര വേണ്ട, ഇപ്പോൾ ഇതിനെക്കുറിച്ച് ശ്രുതിയോട് ഒന്നും ചോദിക്കേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് രവീന്ദ്രൻ തടയുമ്പോൾ ഇത് ഞാൻ അങ്ങനെ വിടാൻ പോകുന്നില്ല, എടീ ശ്രുതി വാതിൽ തുറക്കടി എന്ന് പറഞ്ഞുകൊണ്ട് ശ്രുതിയുടെയും റൂമിലെത്തി കതകിൽ തട്ടി വിളിക്കുന്നുണ്ട് കേട്ടോ ചന്ദ്ര. തുടർന്ന് എന്താ അമ്മയെന്ന് ചോദിച്ചുകൊണ്ട് ശ്രുതി ഡോറ് തുറക്കുമ്പോൾ
നിൻ്റെ പേര് ശ്രുതി എന്നാണോ? അവൾ എവിടെയെന്ന് ചന്ദ്ര ചോദിക്കുമ്പോൾ ഞാൻ ഇവിടെ ഉണ്ട് ആൻറ്റി എന്ന് അകത്ത് നിന്നും മറുപടി കൊടുക്കുന്നുണ്ട് കേട്ടോ ശ്രുതി. അപ്പോൾ ഇത് കേൾക്കുന്ന ചന്ദ്ര, എടി ശ്രുതി നീ പുറത്തേക്ക് പാടി, നീ പുറത്തേക്ക് വരുന്നോ ഇല്ലയോ എന്ന് ചന്ദ്ര ചോദിക്കുമ്പോൾ എല്ലാവരും ചന്ദ്രയുടെ ആ ബഹളം കേട്ട് അവിടേക്ക് വരുന്നുണ്ട്. തുടർന്ന് ശ്രുതിയും റൂമിൽ നിന്നും പുറത്തേക്ക് വരുമ്പോൾ ചന്ദ്ര കലി തുള്ളി നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ചന്ദ്രയുടെ ആ മട്ടും ഭാവമൊക്കെ കാണുമ്പോൾ ആൻറ്റിക്ക് ഇത് എന്ത് പറ്റി, ആൻറ്റി നല്ല ദേഷ്യത്തിലാണല്ലോ എന്നൊക്കെ ശ്രുതി ചോദിക്കുമ്പോൾ, ശ്രുതി നീ ആരാ, നിൻ്റെ ജീവിതത്തിൽ എന്താ സംഭവിച്ചത്, ഞങ്ങളിൽ നിന്നും നീ എന്തെങ്കിലുമൊക്കെ ഒളിക്കുന്നുണ്ടോ എന്ന് ചന്ദ്ര പറഞ്ഞുകൊണ്ട് ചന്ദ്ര ശരിക്കും ശ്രുതിയെ ചോദ്യം ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് കേൾക്കുന്ന ശ്രുതിയാണെങ്കിൽ അമ്മയ്ക്ക് ഇത് എന്തു പറ്റി, അമ്മ ഉറക്കത്തിൽ വല്ല സ്വപ്നവും കണ്ടോ, ഇത് ശ്രുതിയാണ് അമ്മ എന്നൊക്കെ ശ്രുതി പറയുമ്പോൾ എൻ്റെ മുന്നിൽ നിന്ന് മാറട എന്ന് പറഞ്ഞുകൊണ്ട് ചന്ദ്ര ശ്രുതിയെ പിടിച്ചു മാറ്റുന്നുണ്ട്. ഇപ്പോൾ രവീന്ദ്രനാണെങ്കിലും ചന്ദ്ര നീ ഒന്ന് അടങ്ങ് എന്ന് പറയുമ്പോൾ എങ്ങനെ അടങ്ങിയിരിക്കാനാ രവിയേട്ടാ, അങ്ങനെയുള്ള ഒരു കാര്യമാണോ നമ്മുടെ കുടുംബത്തിൽ നടന്നിരിക്കുന്നത്, എനിക്ക് തല ചുറ്റുന്ന പോലെ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ ചന്ദ്ര. തുടർന്ന് എന്താ ആൻറ്റിക്ക് ഇത് എന്താ പറ്റിയെന്ന് ചോദിച്ച ശ്രുതി ചന്ദ്ര ഇങ്ങനെ തൊടുമ്പോൾ എൻ്റെ കൈ വിടടി എന്ന് പറഞ്ഞുകൊണ്ട് ശ്രുതിയെ തള്ളി മാറ്റുന്നുണ്ട് കേട്ടോ ചന്ദ്ര. തുടർന്ന് നീ ഇത്തരത്തിലുള്ളവളാണെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല എന്നൊക്കെ ചന്ദ്ര പറയുമ്പോൾ, അയ്യോ ആൻറ്റിക്ക് എല്ലാ കാര്യങ്ങളും മനസ്സിലായോ എന്നിങ്ങനെ സ്വയം മനസ്സിൽ പറയുന്നുണ്ട് കേട്ടോ ശ്രുതി. തുടർന്ന് ആൻറ്റി എന്താ ഉദ്ദേശിച്ചതെന്ന് എനിക്ക് മനസ്സിലായില്ല എന്ന് ശ്രുതി പറയുമ്പോൾ, നിന്റെ ജീവിതത്തിൽ എന്താ സംഭവിച്ചത്, നീ ഞങ്ങളിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ ഒളിക്കുകയും മറിക്കുകയൊക്കെ ചെയ്യുന്നുണ്ടോ, അത് പറയടി, ഞാൻ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ഉത്തരം എനിക്ക് കിട്ടിയിരിക്കണം എന്ന് ചന്ദ്ര പറയുമ്പോൾ പെട്ടുപോയി എന്ന് തന്നെ ഉറപ്പിക്കുന്നുണ്ട് കേട്ടോ ശ്രുതി. തുടർന്ന് നീ ഇതിനു മുൻപ് ഗർഭിണിയായിരുന്നു എന്ന് ചന്ദ്ര തുറന്നടിച്ച് ചോദിക്കുമ്പോൾ അത് കേട്ട് ഞെട്ടി വിറയ്ക്കുന്നുണ്ട് കേട്ടോ ശ്രുതി. ഇതേ സമയം ശ്രുതി വന്നിട്ട് അമ്മയ്ക്ക് ഇത് എന്താ പറ്റിയത്, സമനില തെറ്റിയോ, ശ്രുതി ഇതുവരെ പ്രഗ്നൻ്റ് ആയിട്ടില്ലല്ലോ എന്നൊക്കെ പറയുമ്പോൾ നീ വായടച്ച് അവിടെ മിണ്ടാതെ നിന്നു എന്ന് പറഞ്ഞുകൊണ്ട് ശ്രുതിയുടെ വായടപ്പിക്കുന്നുണ്ട് കേട്ടോ ചന്ദ്രമതി. തുടർന്ന് ഇടി പറയടി, ഇതിനു മുൻപ് നീ ഗർഭിണിയായിട്ടുണ്ടോ എന്ന് ചന്ദ്ര വീണ്ടും ചോദിക്കുമ്പോൾ അത് ആൻറ്റി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പേടിച്ച് വിറച്ച് നിൽക്കുന്നുണ്ട് കേട്ടോ ശ്രുതി. ഞാൻ കണ്ട് ഇഷ്ടപ്പെട്ട് കൂട്ടിക്കൊണ്ട് വന്ന മരുമകളാടി നീ, നിന്നെ തലയിലെടുത്ത് വെച്ച് ഇത്രയും നാൾ ആടുമായിരുന്നു ഞാൻ, ആ എൻ്റെ അടുത്ത് നിന്ന് നീ ഒന്നും മറയ്ക്കാൻ നോക്കണ്ട, മറച്ചാൽ ഈ ചന്ദ്രമതി ആരാണെന്ന് നീ അറിയും, അതുകൊണ്ട് സത്യം പറഞ്ഞോണം, നീ ഇതിനു മുൻപ് ഗർഭിണി ആയിട്ടുണ്ടോ എന്നൊക്കെ ചോദിച്ച് ശരിക്കും ശ്രുതിയെ ചോദ്യം ചെയ്യാണ് കേട്ടോ ചന്ദ്ര ചെയ്യുന്നത്. എന്താ ആൻറ്റി എല്ലാവരുടെയും മുന്നിൽ വെച്ച് ഇങ്ങനെയൊക്കെ ചോദിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് കരയാണ് ശ്രുതി. നീ ഇന്ന് ഹോസ്പിറ്റലിൽ പോയോ ഇല്ലയോ, അവിടെ വെച്ച് നീ രണ്ടാമത്തെ പ്രഗ്നൻസിക്ക് ചെക്കപ്പിന് നടത്തിയോ എന്ന് അതിനെക്കുറിച്ചുള്ള സത്യങ്ങളൊക്കെ പറഞ്ഞു എന്ന് ചന്ദ്ര വീണ്ടും പറയുമ്പോൾ ശ്രുതിയാണെങ്കിൽ പേടിച്ച് നിൽക്കുകയാണ് കേട്ടോ. തുടർന്ന് ചന്ദ്ര ശ്രുതിയെ പിടിച്ചു വെച്ച് എന്താടി ഒന്നും മിണ്ടാതെ നിൽക്കുന്നത്, നിന്റെ നാവിറങ്ങിപ്പോയോ, ചോദിച്ചത് കേട്ടില്ലേ എന്ന് പറഞ്ഞുകൊണ്ട് ശ്രുതിയെ അടിക്കാനായിട്ട് കൈ ഉയർത്തുകയാണ് കേട്ടോ ചന്ദ്ര ചെയ്യുന്നത്. ചന്ദ്ര നീ ശ്രുതിയെ ഒറ്റയ്ക്ക് കൊണ്ടുപോയി മാറ്റി നിർത്തി ചോദിക്കുന്നൊക്കെ രവീന്ദ്രൻ പറയുമ്പോൾ അതൊന്നും പറ്റില്ല, ഇവിടെ എല്ലാവരുടെയും മുന്നിൽ വെച്ച് എനിക്ക് സത്യം തെളിയിക്കണം, ഇപ്പം തന്നെ എല്ലാ സത്യങ്ങളും എനിക്കറിയണം, എന്താ നടന്നതെന്ന് നീ പറ എന്ന് പറഞ്ഞുകൊണ്ട് ചന്ദ്ര വീണ്ടും ശ്രുതിയെ പിടിച്ചു വലിക്കാൻ നോക്കുമ്പോൾ പൊട്ടിക്കരയാണ് കേട്ടോ ശ്രുതി ചെയ്യുന്നത്. ശേഷം അവിടെ പോയി ഇരിക്കുന്നുണ്ട് കേട്ടോ ശ്രുതി. അപ്പോൾ ഇത് കാണുന്ന സച്ചി പറയുന്നുണ്ട്, അച്ഛ ഇതെന്താ ഇങ്ങനെ, അമ്മ ചോദിക്കുമ്പോൾ മറുപടി ഒന്നും പറയാതെ പോയിരുന്നെന്ന് കരയാണല്ലോ എന്നൊക്കെ രവീന്ദ്രനോടായിട്ട് ചോദിക്കുന്നുണ്ട് കേട്ടോ സച്ചി. ശേഷം എന്താ ശ്രുതി ഇവിടെ നടക്കുന്നത്, നീ എപ്പോഴാണ് ഹോസ്പിറ്റലിലേക്ക് പോയത്, അമ്മ എന്തിനാ നിന്നോട് ദേഷ്യപ്പെടുന്നത്, നീ എന്തിനാ കരയുന്നത് എന്നൊക്കെ ശ്രുതി ചോദിക്കുമ്പോൾ എൻ്റെ വിധിയെക്കുറിച്ച് ഓർത്ത ശ്രുതി ഞാൻ കരയുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും പൊട്ടിക്കരയാണ് കേട്ടോ ശ്രുതി ചെയ്യുന്നത്. വീണ്ടും ചന്ദ്ര വന്നിട്ട് ശ്രുതി ഞാൻ ചോദിച്ചതിന് നീ ഇനിയും മറുപടി തന്നിട്ടില്ല എന്ന് ദേഷ്യത്തിൽ ചോദിക്കുമ്പോൾ അതേ ആൻറ്റി ഞാൻ രണ്ടാമത്തെ തവണ പ്രഗ്നൻ്റ് ആവാത്തത് കൊണ്ടാണ് ചെക്കപ്പിന് പോയത് എന്ന് ശ്രുതി പറയുന്നത് കേട്ട് ആകെ വല്ലാതാവുന്നുണ്ട് കേട്ടോ ചന്ദ്ര. അതിന് നീ ഒരു തവണ പോലും പ്രഗ്നൻ്റ് ആയിട്ടില്ലല്ലോ എന്ന് ശ്രുതി ചോദിക്കുമ്പോൾ അല്ല ശ്രുതി ഞാൻ പ്രഗ്നൻ്റ് ആയിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് പൊട്ടിക്കരയാണ് കേട്ടോ ശ്രുതി ചെയ്യുന്നത്. അത് കണ്ട് ദേഷ്യം വരുന്ന ചന്ദ്രയാണെങ്കിൽ അത് കല്യാണത്തിന് മുൻപോ അതോ അതിന് ശേഷമോ എന്ന് ചോദിക്കുമ്പോൾ എന്താ ആൻറ്റി ഇങ്ങനെയൊക്കെ ചോദിക്കുന്നത് എന്ന് ദേഷ്യത്തിൽ ശ്രുതി തിരിച്ചു പറയുന്നതും എനിക്ക് നിൻ്റെ മറുപടി മാത്രം കേട്ടാൽ മതി എന്ന് പറഞ്ഞുകൊണ്ട് ബഹളം വയ്ക്കുകയാണ് കേട്ടോ ചന്ദ്ര ചെയ്യുന്നത്. ശ്രുതിയുടെ കുഞ്ഞ് തന്നെയാണ് ആൻറ്റി എൻ്റെ വയറ്റിലുണ്ടായിരുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് കരയാണ് കേട്ടോ ശ്രുതി. അപ്പോൾ രവീന്ദ്രൻ ചോദിക്കുന്നുണ്ട് മോൾ എന്തായി പറയുന്നത്, അപ്പോൾ കല്യാണത്തിന് ശേഷമാണോ നീ ഗർഭിണിയായത് എന്ന് ചോദിക്കുമ്പോൾ അതേ അങ്കിളെ എന്ന് മറുപടി കൊടുക്കുന്നുണ്ട് കേട്ടോ ശ്രുതി. അതെപ്പോൾ എന്ന് ശ്രുതി ചോദിക്കുമ്പോൾ കുറച്ച് മാസമായി ശ്രുതി ഞാൻ പ്രഗ്നൻ്റ് ആയിട്ട്, പക്ഷേ എന്ന് ശ്രുതി പറയാൻ തുടങ്ങുന്നതും എന്ത് പക്ഷേ എന്ന് ചോദിച്ചുകൊണ്ട് വീണ്ടും ശ്രുതിയോട് ചൂടാവുകയാണ് കേട്ടോ ചന്ദ്ര. തുടർന്ന് എൻ്റെ കുഞ്ഞ് ഈ വയറ്റിൽ ജീവിച്ചിരിപ്പില്ല ആൻറ്റി, അബോർഷനായി, നിങ്ങളെ എല്ലാവരെയും വിഷമിപ്പിക്കരുതെന്ന് കരുതിയാണ് ഞാൻ എല്ലാം മറച്ചു വെച്ചത് എന്നൊക്കെ ശ്രുതി പറഞ്ഞു കരയുമ്പോൾ ആകെ വല്ലാതാവുന്നുണ്ട് കേട്ടോ ശ്രുതിയും ചന്ദ്രയും. അബോർഷൻ ആയിരുന്നോ എന്ന് ശ്രുതി ഞെട്ടലോട് കൂടി ചോദിക്കുമ്പോൾ അതേ ശ്രുതി നമ്മുടെ കുഞ്ഞ് ഈ ഭൂമിയിൽ വരാതെ പോയി എന്ന് കള്ളം പറയാണ് കേട്ടോ
ശ്രുതി ചെയ്യുന്നത്. ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടും നീ എന്താ എന്നോട് പറഞ്ഞില്ല എന്ന് ചന്ദ്ര ചോദിക്കുമ്പോൾ, കൺഫേം ആയതിനു ശേഷം നിങ്ങളുടെ അടുത്ത് പറയാനിരുന്നതാണ് ആൻറ്റി. പക്ഷേ ആ ടൈമിലാണ് എൻ്റെ അച്ഛൻ ജയിലിലായത്. എൻ്റെ മാമൻ വന്ന് പറഞ്ഞ കാര്യം എല്ലാവർക്കും അറിയാലോ. എൻ്റെ അച്ഛന് അങ്ങനെ സംഭവിച്ചതായി അറിഞ്ഞപ്പോൾ എൻ്റെ തല ചുറ്റി. അപ്പോഴും ഇക്കാര്യം പറയാനായിട്ട് എനിക്ക് തോന്നിയില്ല. ഞാൻ രാത്രി ഒരുപാട് നേരം ഇരുന്ന് കരഞ്ഞു. ശ്രുതിക്ക് പോലും ഇതൊന്നും അറിയില്ല. ആ സ്ട്രെസ്സിൽ എൻ്റെ കുഞ്ഞിനെ എനിക്ക് നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞുകൊണ്ട് പൊട്ടി പൊട്ടി കരയാണ് കേട്ടോ ശ്രുതി ചെയ്യുന്നത്. അത് കേട്ട് ചന്ദ്രയുടെ കണ്ണുകളും നിറയാണ് കേട്ടോ ചെയ്യുന്നത്. അങ്ങനെ ശ്രുതിയുടെ ആ കള്ളക്കഥ എല്ലാവരും അവിടെ വിശ്വസിക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്.